ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലാനും ബക്കറ്റിൽ മുക്കിക്കൊല്ലാനും ഒക്കെ തയ്യാറെടുക്കുന്നവർ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരിടമാണ് അമ്മത്തൊട്ടിൽ. ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുണുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് വിശദീകരിക്കുക? ഇതാണ് നമ്മൾ കാണുന്ന അമ്മത്തൊട്ടിൽ. ഈ അമ്മത്തൊട്ടിൽ ഓട്ടോമാറ്റിക് സെൻസർ. നമ്മളിപ്പോൾ നടന്നു വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ഒരാളുടെ ഇത് വരുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഡോർ ഓപ്പൺ ആവുകയാണ്. അകത്ത് ലൈറ്റ് എല്ലാം ഓൺ ആവും. അകത്ത് ലൈറ്റ് എല്ലാം ഓപ്പൺ ആവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വോയിസ് അകത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കൈകളിലിരിക്കുന്ന പിഞ്ചോമനയെ വളർത്താനാകില്ലെന്ന് അവസാനമായി തീരുമാനിച്ചു കഴിഞ്ഞു എങ്കിൽ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കൂ. നിങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ഇവിടെ കുഞ്ഞിനെ ഇവിടെ വെക്കുന്ന ഘട്ടത്തിൽ ഈ 2 ക്യാമറ ഇവിടെ ഓണാവും. ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഡോർ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് അവിടെ അലാറം കേൾക്കും. അവിടെ വന്ന് ഇനിയിപ്പോൾ ആ ഡോർ വന്ന് ഓപ്പൺ ചെയ്ത് കുഞ്ഞിനെ എടുക്കുന്നവരെ ഇത് ക്ലോസായി തന്നെ നിൽക്കും. അപ്പോൾ കുഞ്ഞ് സുരക്ഷിതമാണ്. മാക്സിമം 2 മിനിറ്റിനകത്ത് കുഞ്ഞിനെ നമ്മൾ എടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ട് ഇതിപ്പോൾ യഥാർത്ഥത്തിൽ 22 വർഷം തികയാണ്. 2002 മുതൽ ഇതുവരെയായി 599 കുട്ടികളെയാണ് ഈ അമ്മത്തൊട്ടിലൂടെ ലഭിച്ചത്. കുട്ടികളെയൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊല്ലുന്നു എന്ന വാർത്തയൊക്കെ വരികയാണ്. കുട്ടികളെ കൊണ്ട് ഉപേക്ഷിച്ച് പലയിടങ്ങളിലായി ആളില്ലാത്തവർക്ക് ഉപേക്ഷിച്ച് പോകുന്നു. കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുന്ന അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനം കേരളത്തിൽ 12 ജില്ലകളിൽ അമ്മത്തൊട്ടിൽ സംവിധാനം നിലവിലുണ്ട്. ഇന്നിപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ കുട്ടികളെ 8 കുട്ടികളെ മറ്റോ ഒന്നിച്ച് ആളുകൾ അഡോപ്റ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ ഈ എത്രത്തോളം ആളുകൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്? യഥാർത്ഥ കണക്ക് ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ കണക്കെടുത്താൽ യഥാർത്ഥത്തിൽ 3000-ലധികം പേരൻസ് എന്ത് ചെയ്യാണ്, അഡോപ്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് 4 രജിസ്ട്രേഷന് 1 കുട്ടി എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും കൊടുക്കാൻ കഴിയുന്നത്. കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായും. അതെ 3-4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കുട്ടിയെ കിട്ടുന്നത്. 3-4 വർഷത്തെ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ, IVF അടക്കമുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ, ഒരുപാട് സംവിധാനങ്ങൾ നടത്തി പരാജയപ്പെട്ടതിന് ശേഷമാണ് ഏറ്റവും ഒടുവിലത്തെ മാർഗ്ഗമാണ് അഡോപ്ഷൻ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ജനിച്ചു പോകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ ഒരിടമുണ്ട്. അത് അമ്മത്തൊട്ടിലാണ്, ശിശുക്ഷേമ സമിതിയാണ്, അല്ലെങ്കിൽ നിയമപരമായ സംവിധാനം. ഇപ്പോൾ CWC മുഖാന്തരം സറണ്ടർ ചെയ്യും. അപ്പോൾ അത്തരം ഒരു അവബോധം യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവും. ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഇനി ഇതുപോലെ റോഡിലേക്ക് തെറിച്ച് വീണ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. അതിനൊരു കാവലാളായി നിങ്ങൾ തീർച്ചയായും എല്ലാ കാലത്തും ഉണ്ടാവും. ഓക്കെ.